ഹായ്. E20/2025 E20/2025 എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ വലിയ ഒരു ലക്ഷ്യമാണ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അർത്ഥമാക്കുന്നത് എഥനോൾ എന്നുള്ളതാണ്. ഇപ്പം എഥനോൾ 2025 20 എന്ന് പറഞ്ഞാൽ 20% എഥനോൾ ബ്ലെൻഡിങ് വിത്ത് പെട്രോൾ ഇൻ 2025 അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം ചിലവഴിക്കുന്നത് ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി യുക്രൈൻ വാറൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കുറച്ച് സബ്സിഡൈസ്ഡ് റേറ്റിലൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് എന്നുണ്ടെങ്കിലും ഈ ക്രൂഡ് ഓയിൽ അതിഭീമമായിട്ടുള്ള അളവിലേക്ക് നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം അവിടേക്ക് ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുറവ് വന്നാലോ അതൊരു മുതൽക്കൂട്ടാണല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പൈസ ചിലവാക്കാനും സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നിലവിലുള്ള നമ്മുടെ ഈ പെട്രോള് അതിലേക്ക് എഥനോൾ മിക്സ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെട്രോളിലേക്ക് 20% എഥനോൾ മിക്സ് ചെയ്തുകൊണ്ട് അതൊരു ഇന്ധനമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിലവിൽ രാജ്യത്തിൽ ഏതാണ്ട് 9000-ലധികം പമ്പുകളിൽ ഇപ്പോൾ എഥനോൾ മിക്സ്ഡ് ആയിട്ടുള്ള പെട്രോളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 2025 ആകുമ്പോഴത്തേക്ക് രാജ്യത്താകമാനമുള്ള എല്ലാ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ എഥനോൾ പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷുഗർ കെയിൻ ഒക്കെ ഉണ്ടല്ലോ, ഈ ഷുഗർ കെയിൻ ജ്യൂസ് ഫെർമെൻറ്റേഷന് വിധേയമാക്കിയതിന് ശേഷം അതിൽ നിന്നാണ് ഇത് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പത്തിനെ വീണ്ടും ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഫ്യൂവലുമായിട്ട് പെട്രോളുമായിട്ട് എഥനോൾ മിക്സ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ വലിയ പ്രൊജക്ട് E20/2025 നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ 2025 രാജ്യത്ത് ആകമാനം എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ഉയർച്ചയിലേക്ക് അത് നയിക്കട്ടെ. താങ്ക് യു.